ഹായ് കൂട്ടുകാരെ, മഹാഭാരത കഥകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പരമമായ ധർമ്മം എന്തെന്ന് അറിയാൻ വേണ്ടി മിഥിലാപുരിയിലെ ധർമ്മവ്യാധനെ കാണാൻ പോവുകയാണ് പിന്നീട് കൗശികൻ. മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനോട് പാതിവൃത്യ ശക്തി വിവരിക്കുകയാണിവിടെ. അങ്ങനെ പതിവ്രതയായ ആ സ്ത്രീയുടെ, ആ ഗൃഹിണിയുടെ വ്രതനിഷ്ഠയുടെ മുൻപിൽ എത്ര നിസ്സാരം എന്ന തോന്നൽ താപസനായ കൗശികന് ഉണ്ടാവുകയാണിവിടെ. വനങ്ങളും നഗരങ്ങളും ഗ്രാമങ്ങളും കഴിഞ്ഞ് ആ താപസൻ കൗശികൻ ജനക മഹാരാജാവിൻ്റെ മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. സുന്ദരമായ നഗരം, ജനങ്ങളെല്ലാം ധർമ്മനിഷ്ഠർ, അതുപോലെ തന്നെ പലയിടത്തും വിധിപ്രകാരമുള്ള യജ്ഞങ്ങൾ. നഗരത്തിലെത്തിയ കൗശികൻ ധർമ്മവ്യാധന്റെ താവളം അന്വേഷിച്ച് കണ്ടെത്തി. ഒരു കശാപ്പുശാലയിൽ ഇറച്ചി വെട്ടി വിൽക്കുന്ന വയോധികനെ കണ്ട് കൗശികൻ അറപ്പോടുകൂടി മാറി നിന്നു. ആ ഇറച്ചി വെട്ടുകാരൻ ധർമ്മവ്യാധനായിരുന്നു. ഇറച്ചി വെട്ടുന്നതൊക്കെ കണ്ട് അറച്ച് മാറി നിൽക്കുന്ന കൗശികന്റെ അടുത്തേക്ക് ധർമ്മവ്യാധൻ പതുക്കെ വന്നു. എന്നിട്ട് പറഞ്ഞു, ഭഗവൻ, അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് ഇവിടെ വന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് അറിയാം. അങ്ങ് ആജ്ഞാപിച്ചാലും അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ പതിവ്രതയല്ലേ അങ്ങയെ മിഥിലയിലേക്ക് പറഞ്ഞയച്ചത്? ധർമ്മവ്യാധൻ കൗശികനോട് ഇങ്ങനെ ചോദിച്ചു. അങ്ങയ്ക്ക് ഈ സ്ഥലം പറ്റുകയില്ല, അതുകൊണ്ട് അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വന്നാലും. അങ്ങനെ ധർമ്മവ്യാധൻ കൗശികനെയും വിളിച്ച് ധർമ്മവ്യാധന്റെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. ധർമ്മവ്യാധന്റെ വീട്ടിലെത്തിയ കൗശികന്റെ പാദങ്ങളൊക്കെ ധർമ്മവ്യാധൻ കഴുകി ആസനം നൽകി ഒരു സ്ഥലത്ത് ഇരുത്തി. ആസനസ്ഥനായ ബ്രാഹ്മണൻ പറഞ്ഞു, ഹേ വ്യാധ, മാംസവ്യാപാരം നിങ്ങൾക്ക് യുക്തമല്ല. നിങ്ങളുടെ ഈ ക്രൂര പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് വളരെ പ്രയാസം തോന്നുന്നു. അപ്പോൾ വ്യാധൻ കൗശികനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഈ തൊഴിൽ എൻ്റെ ഇഷ്ടത്തിന് സ്വീകരിച്ചതല്ല. മുതുമുത്തച്ഛന്മാരുടെ കാലം മുതൽക്കേ ഉള്ള കുലത്തൊഴിലാണ് ഇത്. ധർമ്മവിരോധിയായ ഒരു പ്രവൃത്തിയും ഞാൻ സ്വയം ചെയ്യാറില്ല. ശ്രദ്ധയോടെ വൃദ്ധരായ മാതാപിതാക്കളെ ഞാൻ ശുശ്രൂഷിക്കുന്നു. സത്യം പറയട്ടെ, ഞാൻ ആരെയും നിന്ദിക്കാറില്ല. യഥാശക്തി ദാനം ചെയ്യുന്നു. ദേവന്മാർ, അതിഥികൾ, ആശ്രിതർ എന്നിവരെല്ലാം ഊട്ടിയിട്ട് ശേഷിക്കുന്നത് കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. ജനക മഹാരാജാവിന്റെ ഈ രാജ്യത്തിൽ ധർമ്മത്തിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ആരും ഇല്ല. എല്ലാവരും അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നു. അധാർമികമായി പ്രവർത്തിക്കുന്ന സ്വന്തം പുത്രനു പോലും ജനക മഹാരാജാവ് കഠിനമായ ശിക്ഷ നൽകുന്നു. തുടർന്ന് കൗശികനോട് ധർമ്മവ്യാധൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരെയും ഹിംസിക്കുന്നില്ല. വല്ലവരും കൊന്ന പോത്തിന്റെയോ പന്നിയുടെയോ മാംസം ഞാൻ വെട്ടി വിൽക്കുന്നു. ഋതുകാലം കഴിഞ്ഞാലേ ഞാൻ സ്ത്രീയുമായി ബന്ധം പുലർത്തുന്നുള്ളൂ. പകൽ ഉപവസിച്ചിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നു. ചിലർ എന്നെ പുകഴ്ത്തുന്നു, ചിലർ എന്നെ പഴിക്കുന്നു. ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. തുടർന്ന് ധർമ്മവ്യാധൻ കൗശികനോട് പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകത്തിന് തന്നെ മാതൃകയായ വാചകങ്ങളാണ്. അതെന്താണെന്ന് നോക്കാം. എതിർപ്പുകൾ സഹിക്കുക, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക, സകല ജീവികളെയും യഥായോഗ്യം ആദരിക്കുക. ഈ ഗുണങ്ങൾ ത്യാഗബുദ്ധി ഇല്ലാത്ത മനുഷ്യർക്ക് ഉണ്ടാവുകയില്ല. നിരർത്ഥകമായ തർക്കങ്ങൾ വെടിയണം. ആവശ്യപ്പെടാതെ തന്നെ അന്യർക്ക് നന്മകൾ ചെയ്യണം. കാമം, ക്രോധം, ദ്വേഷം ഇവ നിമിത്തം ധർമ്മത്തെ ഉപേക്ഷിക്കരുത്. ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ അധികം ആഹ്ലാദിക്കുകയും അനിഷ്ടമുണ്ടാകുമ്പോൾ ദുഃഖിക്കുകയും അരുത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പരിഭ്രമിക്കരുത്. അബദ്ധത്തിൽ ഒരു തവണ അധാർമികമായി വല്ലതും ചെയ്തു പോയെന്നിരിക്കും. വീണ്ടും ഒരിക്കൽ അങ്ങനെ ചെയ്യരുത്. ആലോചിക്കുമ്പോൾ തനിക്കും മറ്റുള്ളവർക്കും ഹിതകരമെന്ന് തോന്നുന്നതേ പ്രവർത്തിക്കാവൂ. ദ്രോഹിക്കുന്നവരോട് ഒരിക്കലും ദ്രോഹം ചെയ്യരുത്. സ്വന്തമായ സത്സ്വഭാവം കൈവെടിയരുത്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാപി സ്വയം നശിക്കുന്നു. പരിശുദ്ധമായ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ധർമ്മനിഷ്ഠന്റെ പ്രവൃത്തികളെ അധാർമികമെന്നു പറഞ്ഞ് ആക്ഷേപിക്കുന്നവൻ സ്വയം നശിക്കുന്നു. ചെയ്തുപോയ പാപത്തെയോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടോ എങ്കിൽ
അവൻ പാപത്തിൽ നിന്ന് മോചനം നേടുന്നു. ലോഭമാണ് പാപങ്ങൾക്ക് നിദാനം. പിന്നീട് മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനോട് പറയുകയാണ്, ധർമ്മവ്യാധന്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് കൗശികൻ ശ്രദ്ധയോടെ കേട്ടിട്ട്, സദാചാരം, ധർമ്മത്തിന്റെ സൂക്ഷ്മഗതി, കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിൽ ജീവനുണ്ടാകുന്ന വിധേയത്വം, ജീവാത്മാവിന്റെ അനശ്വരത, പുണ്യഭാവങ്ങളുടെ ഫലങ്ങൾ, ഇന്ദ്രിയ സംയമനത്തിന്റെ ഗുണങ്ങൾ, ത്രിഗുണങ്ങളുടെ തത്വം, ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി ആഗ്രഹത്തോടെ ചോദിച്ചറിഞ്ഞു. കൗശികന്റെ ആഗ്രഹമറിഞ്ഞ വ്യാധൻ വിശദമായ വിവരണങ്ങളൊക്കെ നൽകി. തുടർന്ന് ഭവനത്തിന്റെ ഉള്ളിലേക്ക് കൗശികനെ കൊണ്ടുപോവുകയാണ്. ഗൃഹാന്തർഭാഗത്തെ അടുക്കും ചിട്ടയും വൃത്തിയും പവിത്രതയും വളരെ ആകർഷകമായി കൗശികന് തോന്നി. വ്യാധന്റെ മാതാപിതാക്കൾ അവിടെ കാണുകയും കൗശികനോട് കുശലപ്രശ്നം ചെയ്യുകയും ചെയ്തു. പിന്നീട് വ്യാധൻ കൗശികനോട് പറയുകയാണ്, ഭഗവൻ, ഈ മാതാപിതാക്കളാണ് എൻ്റെ ദേവതകൾ. മറ്റുള്ളവർ ദേവതകൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യുന്നു. പൂക്കളും പഴങ്ങളും രത്നങ്ങളും സമർപ്പിച്ച് ഞാൻ ഈ ദേവതകളെ, മാതാപിതാക്കളെ ആരാധിക്കുന്നു. വേദങ്ങളും യജ്ഞങ്ങളും അഗ്നിയുമെല്ലാം എനിക്ക് ഇവർ തന്നെയാണ്. ഇവരെ ശുശ്രൂഷിക്കുന്നതാണ് എൻ്റെ തപസ്. അങ്ങ് ആ പതിവ്രത പറഞ്ഞയച്ചിട്ടാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിച്ച ദിവ്യദൃഷ്ടി ഈ തപസ്സിന്റെ ശക്തി കൊണ്ട് ലഭിച്ചതാണ്. അങ്ങയെ ഇങ്ങോട്ടയച്ച ആ സ്വാദ്യയ്ക്ക്, ആ ഗൃഹിണിക്ക് പാതിവൃത്യ ശക്തി കൊണ്ട് ഇതേവിധം കാര്യങ്ങൾ അറിയാനുള്ള ദിവ്യദൃഷ്ടിയുണ്ട്. കൗശികൻ തന്റെ മാതാപിതാക്കളെ തിരസ്കരിച്ചുകൊണ്ടാണ് വീട് വിട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യാധന് അറിയാം. കൗശികനോട് പിന്നീട് വ്യാധൻ ഇങ്ങനെ പറയുകയാണ്, ആ മാതാപിതാക്കളെ തിരസ്കരിച്ചത് അനുചിതമായി പോയി. വൃദ്ധരായ മാതാപിതാക്കൾ പുത്രശോകത്തിൽ അന്ധരായിരിക്കുന്നു. പോകൂ, അവരെ സന്തോഷിപ്പിക്കൂ. അതുകൊണ്ട് അങ്ങയുടെ ധർമ്മം നശിക്കുകയില്ല. അങ്ങ് താപസനും ധർമ്മനിഷ്ഠനുമൊക്കെ തന്നെ. പക്ഷേ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാത്തിടത്തോളം തപസ്സും ധർമ്മനിഷ്ഠയും ഒക്കെ നിഷ്ഫലമാണ്. എന്നെ വിശ്വസിക്കൂ. വേഗം പോയി അവരെ ശുശ്രൂഷിക്കൂ. അതിനേക്കാൾ മുന്തിയ ധർമ്മം ഇല്ല. എല്ലാം കണ്ടറിഞ്ഞ കൗശികൻ അത്ഭുതപ്പെട്ടു പോയി. കുറ്റബോധം മനസ്സിൽ ഇങ്ങനെ വന്നു നിറഞ്ഞു. കൗശികൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്ന് നിങ്ങളുടെ സത്സംഗം നേടാനായതു മഹാഭാഗ്യം. നിങ്ങളെപ്പോലെ ധർമ്മോപദേശം ചെയ്യാൻ സാമർഥ്യമുള്ളവർ ദുർലഭമാണ്. ശുദ്ധമായ അന്ധക്കരണമില്ലാത്തവർക്ക് ധർമാധർമ്മങ്ങൾ നിർണയിക്കുവാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങളെ ബ്രാഹ്മണനായി തന്നെ കരുതുന്നു. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. തുടർന്ന് കൗശികൻ വ്യാധനെ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് സ്വന്തം ഗൃഹത്തിലേക്ക് പോവുകയും മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ധർമ്മത്തെക്കുറിച്ച് വളരെ അതിശയകരമായ കഥയാണ് യുധിഷ്ഠിരനോട് മാർക്കണ്ഡേയ മുനി പറഞ്ഞത്. അടുത്ത ഭാഗത്ത് ശ്രീ കാർത്തികേയന്റെ ജന്മകഥയുമായി വരുന്നതാണ്. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. മഹാഭാരത കഥകൾ ശ്രവിക്കുന്നതും പറയുന്നതും പുണ്യമത്രേ.